സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, ഡ്രൈവറും ഞാനും മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു കസ്റ്റമർ സർവീസ്. ഒരാൾ ഉള്ളെങ്കിൽ ഒരാൾ, അവരെയും കൊണ്ട് അവർ കറക്റ്റ് ടൈമിൽ ബസ് പോകും, കറക്റ്റ് ടൈമിൽ അറ്റൻഡൻസ് എത്തും. അല്ലാതെ മരണപ്പാച്ചിലോ ആളെ പിടിക്കാനുള്ള ഓട്ടോ ഓവർടേക്കിങ്ങോ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മാക്സിമം എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹകരണം വേണ്ടേ അല്ലേ? അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യിപ്പിച്ചും ഷെയറൊക്കെ ചെയ്തും ചെയ്യിപ്പിച്ചും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ട്രാവൽ സ്റ്റാൻഡേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് വരെ പോവുകയാണേ. അവിടെ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ച് തരാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റ് നേരത്തെ ദേറയിലായിരുന്നു, ദേറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ദുബായിൽ. അത് പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് അബുഹേൽ സ്ട്രീറ്റിലോട്ട് ഇത് മാറിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടക്കീഴിലെല്ലാം എന്നുള്ള രീതിയിലാണ്. അതായത് സീ ഫുഡ്, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഏരിയ, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ മാർക്കറ്റ്, പിന്നെ സ്പൈസസ് മാർക്കറ്റ്, അങ്ങനെ എല്ലാ വക സാധനങ്ങളും ഇവിടെയുണ്ട്. 24/7 ആണ് ഇതിൻ്റെ പ്രവർത്തനം. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ വണ്ടിയും കാറും കൊണ്ടാണ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം 800-നടുത്ത് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഫ്രീ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളാലും അടിപൊളി ഒരു ലൊക്കേഷനാണ് നമ്മുടെ വാട്ടർഫ്രണ്ട് മാർക്കറ്റ്. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് ഫിഷൊക്കെ മേടിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് നമുക്ക് വരാം അല്ലേ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് അകത്തൊക്കെ കയറി അകത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതിനു മുമ്പ് ഇവിടെ എത്തിപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ എത്തിപ്പെടാൻ വെറുതുബായി സൈഡിൽ നിന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീറ്റൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് അബുഹേൽ റൗണ്ട് ബോട്ടത്തിൽ വന്നിറങ്ങിയാൽ നമുക്കിവിടെ എത്താവുന്നതാണ്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഇതുപോലെ ഒരു ഷോപ്പിംഗ് മോൾ പോലെ മൊത്തം ഷോപ്പുകളാണ്. തുണികൾ, ഷോപ്പ് പീസുകൾ, ഫുഡ് ഐറ്റംസുകൾ, അങ്ങനെ സാധാരണ ഷോപ്പിംഗ് മോളിൽ കാണുന്ന അതേ സെറ്റപ്പാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത്. പിന്നെ ബാക്കി ഇപ്പുറത്തോട്ടൊക്കെ മാറിയാണ് ബാക്കിയുള്ള സെക്ഷനുകളൊക്കെ വരുന്നത്. ഇപ്പം എൻ്റെ പുറകിലൊക്കെ കണ്ടില്ലേ, മൊത്തം ഷോപ്പുകളാണ് ഉള്ളത്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് പുതിയ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങിയേക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത് ലുലുവിൻ്റെ. ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ചെറിയൊരു മാപ്പാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ സൈഡിൽ വരുന്നത് ഫിഷിൻ്റെ ഏരിയ, ഇത് മീറ്റിൻ്റെ ഏരിയ, ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ ഏരിയ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസിൻ്റെ ഏരിയ. ഇവിടെയാണ് എൻട്രൻസ്. നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസ് ഇവിടെയാണ്. പിന്നെ ഈ ബാക്ക് സൈഡ് വരുന്നതാണ് കനാൽ. ആ കനാലിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ് ഈ പറയുന്ന പോലെ ലുലു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ബാക്കിയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ പുറകോട്ട് നോക്കിയേ, ഇത് മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഏരിയ ആണ്. ഇത് മൊത്തം നിങ്ങളെ ഓരോ പില്ലർ വൈസ് നമ്മൾ പോയി കാണുക എന്നുള്ളത് ഒരിക്കലും തീരാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ സെൻട്രലിൽ നിന്നിട്ട് റൗണ്ട് അടിച്ച് കാണിക്കുകയാണ്.
ഈ ഒരു ഏരിയ മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളാണ്. ഇത് മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളാണ്. അതായത് പില്ലർ വൈസ് അവർ തിരിച്ചേക്കുവാണ്. ABCD എന്നും പറഞ്ഞുകൊണ്ട് പില്ലർ വൈസ് മൊത്തം തിരിച്ചേക്കുവാണ്. ഇത് നമ്മുടെ ഒരു മലയാളി ചേട്ടനാണ്. ഇതിനായിട്ട് കാടമുട്ടയ്ക്ക് വില 30 പീസ് 10. ഇത് കാടമുട്ട വരുന്നത് 30 പീസ് 10 ദിറം. നിങ്ങൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട കിട്ടുന്നുണ്ടോ? ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇതാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇതെങ്ങനെയാണ് വരുന്നത്? 60 ദിറംസ്. ഒരു പീസിന് 60 ദിറംസ്. ചേട്ടനത് മേടിക്കുവാണെങ്കിൽ 50 ദിറംസിനൊക്കെ തരാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. കണ്ടില്ലെങ്കിൽ ഇനി ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മൊത്തം നാടൻ മുട്ട, നാടൻ കോഴി മുട്ടകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം മനസ്സിലായില്ലേ? ഒട്ടകപ്പക്ഷി, കാടമുട്ട ഇതെല്ലാം ഇവിടെ അവൈലബിളാണ്. പിന്നെ നാടൻ തേന്, മസാലകൾ, ഉപ്പിലിട്ട മാങ്ങകൾ, നാടൻ മോര്, പാല് ഇതെല്ലാം ഇവിടെ അവൈലബിളാണ്. അപ്പം നമ്മുടെ ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഇവിടെ മലയാളീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോൾ പരിചയപ്പെട്ടതിൽ 2 പേര് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഏരിയയിലോട്ട് പോകുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് അവരിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെ? അബ്ദുള്ള. എവിടെ നിന്ന് നാട്ടിൽ? ചാമ്പക്കാട്. തൃശ്ശൂർ ജില്ലയിൽ ചാമ്പക്കാട്. ഇബ്രാഹിം ഇവിടെ. 2 പേരും തൃശ്ശൂരുകാരാണ്. കടവന്തൂരും ചാമക്കാലായി. ഇപ്പം ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഇവരുണ്ട്. നാടൻ മുട്ടയും തേനും നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയും നാടൻ പാലും തൈരും കാടൻ മുട്ടയും ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. നാടൻ നെയ്യ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളുമായിട്ട് ഈ 2 ചേട്ടന്മാരും ഇവിടെ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവർ ഇരിക്കുന്നതും. അപ്പം പരിചയപ്പെട്ട് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് സാധനവും കിട്ടും. അപ്പം എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു തരാം. എല്ലാവരും വരാൻ. എല്ലാവരും ഇവിടെ വരുന്നവർ ഇവരെ കണ്ട് പരിചയപ്പെട്ട് ഫ്രഷ് സാധനങ്ങളൊക്കെ മേടിച്ചു പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. കണ്ടില്ലേ എന്നാ വലുപ്പമല്ലേ? ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സൈഡിൽ തന്നെയാണ് ഡേറ്റ്സിൻ്റെ സെക്ഷൻ വരുന്നത്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ സെക്ഷൻ വരുന്നത്. 2 ലെയറായിട്ട് തിരിച്ചേക്കുവാണ്. അപ്പുറം ഇപ്പുറം പച്ച മുതൽ പഴുത്തത് വരെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പം ഇതാണ് ഈന്തപ്പഴം. ഇത് മൊത്തം ഈന്തപ്പഴത്തിൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസസിൻ്റെയും സെക്ഷനിലോട്ട് പോകാം. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസിൻ്റെയൊക്കെ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും നാട്ടിലൊരു പലചരക്ക് കടയിൽ പോയ അതേ ഒരു പ്രതീതിയാണ്. മൊത്തം അതുപോലെയൊക്കെ തന്നെ എല്ലാ കടകളും ഈ പറയുന്ന പോലെ അരി, പഞ്ചസാര, സർവ്വ വെച്ചൊരു സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ മൊത്തം ഇതുപോലെ ഒരു പലചരക്ക് കടയിൽ എങ്ങനെയാണോ വെച്ചേക്കുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഓരോ കടകളിലും വെച്ചേക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു കാണിച്ചു തരാം. ഈ അരികളൊക്കെ കണ്ടില്ലേ? പലതരത്തിലുള്ള അരിച്ചാക്കുകൾ, അരികളൊക്കെ ഇതുപോലെ അടുക്കി വെച്ചേക്കുക. അങ്ങനെ എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും സ്പൈസസ് ആയാലും എല്ലാം ചില്ലിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു വെറൈറ്റിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മൊത്തം ഏകദേശം നാട്ടിലെ പലചരക്ക് കടയുടെ അതേ ഒരു പ്രതീതിയാണ് ഇവിടെ മൊത്തം കാണപ്പെടുന്നത്. ഈ ചില്ലിൻ്റെ ഭരണിക്കകത്ത് കാണുന്നത് തേനാണ്. തേൻ ഈ സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത്
ഫിഷിൻ്റെ ഏരിയയുടെ ഓപ്പോസിറ്റോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ഇടവഴി കാണാം. ആ ഇടവഴി നിറച്ചും അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ 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 ഷോപ്പുകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ്. അതായത് ഈ ക്ലോത്ത്, മെയിനായിട്ട് ക്ലോത്ത്, ബാഗ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ഷോപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കനാലിൻ്റെ സൈഡാണ്. വേറെ പുറകെ കാണുന്ന മൊത്തം കനാലാണ്. ഈ കനാലിൽ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചില്ലേ, ദുബായ് ടു ഷാർജ ഫെറി സർവീസിൻ്റെ ആ ബോട്ട് പോണ കനാലാണിത്. ആ ബോട്ടിൻ്റെ റൂട്ടാണിത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷാർജ ഏരിയയിലോട്ട്, അങ്ങോട്ടാണ് ഷാർജയ്ക്ക് പോകുന്നത്. ഇങ്ങോട്ട് പുറകോട്ട് പോയാൽ ദുബായ് സൈഡാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ഇത് മൊത്തം ഇതിങ്ങനെ നല്ല പരന്ന് വിശാലമായിട്ട് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആവും. പിന്നെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് അവർ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത്. വൈകുന്നേരം വന്നാലാണ് നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയാണ് മീറ്റിൻ്റെ സെക്ഷൻ. നമുക്ക് മീറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകെട്ട് വരാം. നമ്മൾ ഈ മീറ്റിൻ്റെ സെക്ഷനോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ലെയർ നിറച്ച് ഇതുപോലെ ഫുള്ള് മീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പുറം ഇപ്പുറം നിറച്ച മൊത്തം മീറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് നല്ല അടിപൊളി മീറ്റൊക്കെ വാങ്ങി ഇറച്ചികളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കയറി കഴിഞ്ഞാൽ മീറ്റിൻ്റെ സെക്ഷനാണേലും ഈ പറയുന്ന പോലെ ഫിഷിൻ്റെ സെക്ഷനാണേലും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണേലും നമുക്ക് മുകളിൽ നിന്നൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് മുകളിലാണ്. മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. താഴെ ഫിഷിൻ്റെ സെക്ഷനാണിത്. നേരത്തെ നമ്മൾ കണ്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മീറ്റിൻ്റെ ഒക്കെ സെക്ഷൻ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മീറ്റ് സെക്ഷൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഫിഷ് മാർക്കറ്റിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ടൈമിങ്. അതായത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 2 PM to 4 PM ക്ലീനിങ് ടൈമാണ്. പിന്നെ ഫ്രൈഡേയിൽ 12 PM to 1:30 PM ആണ് ക്ലീനിങ് ടൈം. അപ്പം ആ ടൈമിങ്ങിൽ ഇവിടെ അടവായിരിക്കും. ഫിഷ് മാർക്കറ്റ് തുറക്കത്തില്ല. അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ വരുന്നവർ ഈ ടൈമിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 2 മണി മുതൽ 4 മണി വരെയും, വെള്ളിയാഴ്ച 12 മണി മുതൽ 1 മണി വരെയുമാണ് അടവ്, ക്ലീനിങ് ടൈം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഫിഷിൻ്റെ സെക്ഷൻ വരുന്ന ഒരു ഓവറോൾ വ്യൂ. എന്നാ വലിപ്പം എന്നറിയാമോ? ബാക്കി എല്ലാത്തിനേക്കാളും വളരെ വലുതാണ് ഈ സെക്ഷൻ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിഷിൻ്റെ സെക്ഷനിലാണ്. ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് നമുക്ക് വരാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സെക്ഷനേക്കാളും വളരെ വലുതാണ് ഫിഷിൻ്റെ ഈ സെക്ഷൻ. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണെങ്കിലും വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണെങ്കിലും ഈവൻ സ്പൈസസിൻ്റെ ഏരിയ ആണെങ്കിലും എല്ലാത്തിനെയും വെച്ച് നോക്കാൻ നേരത്തെ ഏറ്റവും വലുതാണ് ഈ ഫിഷിൻ്റെ ഏരിയ. അപ്പം അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് വരാം. അപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നത് മൊത്തം ഫിഷിൻ്റെ സെക്ഷനാണ്. ഏതാണ്ട് ഒരു കടലിൻ്റെ ഉള്ളിൽപ്പെട്ട അവസ്ഥയാണ്. മൊത്തം ഫിഷ്. ഈ ലോകത്ത് കാണാവുന്ന എല്ലാ തരം ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ്, എല്ലാ വക ജാതി ഫിഷുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇഷ്ടമുള്ളത് നല്ല വില പേശി മേടിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഫിഷിൻ്റെ ഏരിയ.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. മീനൊക്കെ ഞാൻ മേടിച്ച് കയ്യിൽ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബസ്സിനും മെട്രോയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് മെട്രോയ്ക്കാണേലും ബസ്സിനാണേലും യാത്ര ചെയ്യുന്നത് ഇവിടെ ശിക്ഷാർഹമാണ്. എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസയൊക്കെ പഴയതായിട്ട് അടിക്കേണ്ടി വരും. അപ്പം എനിക്കിനി തിരിച്ചു പോകണമെങ്കിൽ ഒരു ടാക്സി പിടിക്കണം. മറ്റു പറയത്തക്കതായ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അതുപോലെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ.